നിന്റെ അച്ഛനും അമ്മയും പോവാൻ ഇറങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് എന്തൊരു മനംമാറ്റം അവർക്ക്. അവര് പോയില്ലെന്ന് ആരും അറിഞ്ഞു? അവര് പോയി. നിങ്ങൾക്കെന്താ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? നിങ്ങളുടെ കൂടെ വരാൻ അവർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരൊരു ഓട്ടോ ഓടിച്ചങ്ങ് പോയി. ഏട്ടാ അവര് പോയില്ലേ? ആ പോയി. എന്നിട്ടെന്താ ഏട്ടനൊരു സന്തോഷമില്ലാത്ത? അവര് പോവാൻ ഇറങ്ങിയിട്ട് പോയില്ല. അവര് പോയില്ലേ? അപ്പൊ അവരിവിടെ ഉണ്ടോ? പിന്നെ എപ്പോഴോ ആരും അറിയാതെ പോയി. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലായിട്ടില്ല. അഞ്ജു, എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പറയട്ടെ. പ്രകാശന്റെ കൂടെ സ്ഥലക്കച്ചവടത്തിനായിട്ട് ഒരാൾ വന്നില്ലേ? അയാളെ കണ്ടപ്പോഴാണ് ഈ ആവണിയുടെ അമ്മ പേടിച്ച് മേലോട്ട് കയറിപ്പോയത്. അതിൻ്റെ പുറകെ അവളുടെ അച്ഛനും, പിന്നെ ആവണിയും അതിൻ്റെ പുറകെ. അയാളെ കണ്ടിട്ട് അവരുടെ അമ്മ എന്തിനാ പേടിക്കുന്നേ? അറിയില്ല അഞ്ജു, നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അയാളുടെ പേരെന്താന്ന് പറഞ്ഞു? ഏതോ രഘു. ആ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. രഘു. പക്ഷെ ഞാൻ അയാളോട് ചോദിച്ചിട്ട് അയാൾക്ക് യാതൊരു കുലുക്കവും ഇല്ല. അവരാരും അറിയില്ലെന്നാ പറഞ്ഞു. ചിലപ്പോ ഏട്ടന് തോന്നിയതാവും. എന്തോ കുഴപ്പമുണ്ട്. അഞ്ജു, എന്തേട്ടാ? അഞ്ജുലൊന്ന് അന്വേഷിക്കാമോ? എന്ത് ചോദ്യാണ് ഏട്ടാ? ഞാൻ എന്തായാലും അന്വേഷിക്കും. എന്തെങ്കിലും സീക്രട്ട് ഉണ്ടേ അത് ഞാൻ ചെകഞ്ഞെടുക്കും. ഞാൻ എൻ്റെതായ രീതിയിലും അന്വേഷിക്കാം. ഡി നീ എന്തിനാടി ആരുടെയും കണ്ണിപ്പെടാതെ രഹസ്യമായിട്ട് നിന്റെ അച്ഛനമ്മനെ പറഞ്ഞിട്ടു? ഇവക്കല്ലായിരുന്നോ എന്റെ അച്ഛനും അമ്മയും ഇവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോന്ന കാണണമെന്ന് പറഞ്ഞത്? അനിയത്തി വല്ല ആഗ്രഹം പറഞ്ഞ അത് സാധിച്ചു കൊടുത്തില്ല. ഞാൻ പിന്നെ എന്ത് ഏട്ടത്തിയാ? നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ? ഞാനായിട്ടിനി പ്രത്യേകിച്ച് എന്തോന്ന് പൊട്ടം കളിപ്പിക്കാൻ? നിന്റെ അമ്മ പേടിച്ച് മേളിപ്പോയതും അതിന്റെ പുറകെ നിന്റെ അച്ഛൻ പോയതും പിന്നെ അതിന്റെ പുറകെ നീയും പോയത് ആരും കണ്ടില്ല എന്ന് വിചാരിക്കണ്ട. എടി, ആ പ്രകാശന്റെ കൂടെ വന്ന രഘുവിനെ കണ്ടിട്ടല്ലേ നിന്റെ അമ്മ പേടിച്ചത്? അയാളെ കണ്ടിട്ടല്ലേ നിന്റെ അച്ഛൻ പേടിച്ചത്? അയാളുടെ കാര്യം പറയുമ്പോ നിന്റെ മുഖമൊക്കെ ശരിക്കും മാറുന്നുണ്ടല്ല. നിന്റെ മുഖത്തറിയാം നിന്റെ അച്ഛനും അമ്മയും പേടിച്ചത് ആ രഘുവിനെ കണ്ടിട്ടാണെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വല്ല മാനസിക രോഗമുണ്ടോ? ഏതു രഘുവിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ രഘുവിനെ കണ്ടിട്ട് എന്റെ അമ്മ എന്തിനാ പേടിക്കുന്നേ? ഇതൊക്കെ ഏതോ മനോരോഗത്തിന്റെ തുടക്കാ. വേഞ്ചെന്ന് വല്ല സൈക്യാട്രിസ്റ്റിനെയും കാണാൻ നോക്ക്. ആദ്യമൊക്കെ ആവുമ്പോ മരുന്നിൽ അങ്ങ് തീരെന്ന് വിചാരിക്കാം. പിന്നെ ഷോക്ക് അടുപ്പിക്കേണ്ടി വരും. ഇനി എങ്ങാനും ആശുപത്രി പോകുന്നുണ്ടെങ്കിലേ ആ യശോദാമ്മയെ കൂടെ വിളിച്ചോ. ഷോക്കിന്റെ വക്കിലാ എത്തി നിൽക്കുന്നത്. കൂടിപ്പോയാലേ കൈ വിട്ടു പോകും. അതിനു മുന്നേ കൊണ്ട് കാണിക്കുന്നതാ നല്ലത്. രണ്ടുപേരും എൻ്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്തെങ്കിലും പേടിയുള്ളതായിട്ട് കാണുന്നുണ്ടോ? ഉണ്ടോടി?